I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ലാതെ കേന്ദ്ര ബജറ്റ്. ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് ശിക്ഷാ പിഴ മാത്രം. വാഹന അപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ല. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയ്ക്കും. പ്രമേഹം, ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി. നാളികേര ഉൽപാദന വർധനവിനും പദ്ധതി. സ്ത്രീ ശാക്തീകരണത്തിനായി ഷീ മാർട്ടുകൾ പ്രഖ്യാപിച്ച് നിർമ്മല സീതാരാമൻ. ബജറ്റ് ഭാവിയിലേക്കുള്ള ചുവടുവെപ്പെന്ന പ്രധാനമന്ത്രി. നിർമ്മല സീതാരാമന് പ്രശംസ. आज का बजट ऐतिहासिक है. ये बजट अपार अवसरों का राजमार्ग है. ये बजट वर्तमान के सपनों को साकार करता है. നിറമങ്ങിയ ബജറ്റ് എന്ന കോൺഗ്രസ്. കുത്തനെ ഇടിഞ്ഞ ഓഹരി വിപണി. കേരളത്തെ കൈയൊഴിഞ്ഞ ബജറ്റ്. അതിവേഗ റെയിൽ ഇടനാഴി പരിഗണിച്ചില്ല. എയിംസുമില്ല. വിഴിഞ്ഞത്തെക്കുറിച്ച് പരാമർശവുമില്ല. കടലാമ്മ പരിചരണത്തിന് പ്രത്യേക കേന്ദ്രം. പ്രതിഷേധിച്ച് എംപിമാർ. കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ ഭൂപടത്തിൽ കേരളമുണ്ടെന്ന് കേന്ദ്രമന്ത്രി മറന്നു. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? പ്രതീക്ഷിച്ചതൊന്നും ലഭിച്ചില്ലെന്ന് കെ എൻ ബാലഗോപാൽ. കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് എം വി ഗോവിന്ദൻ. മനഃപൂർവ്വം കേരളത്തെ ഉപേക്ഷിച്ചുവെന്ന് വി ഡി സതീശൻ. കേന്ദ്ര പദ്ധതികൾ കേരളം നടപ്പിലാക്കുന്നില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. CJ റോയ്ക്ക് യാത്രാമൊഴി. മൃതദേഹം ബംഗളൂരു കൽക്കരയിലെ ലക്ഷറി റിസോർട്ടിൽ സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ച പ്രമുഖർ. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമി. ISA കേന്ദ്രങ്ങളടക്കം ആക്രമിച്ചു. 84 പേർ കൊല്ലപ്പെട്ടു. 18 പേരെ തട്ടിക്കൊണ്ടുപോയി. മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കമെന്ന് BLA. കൊച്ചിയെ ആവേശത്തിലാക്കി ന്യൂസ് 18 നെറ്റ്വർക്ക് റൺ മാരത്തൺ. 3500 പേർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു.